മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. കുന്നംകുളം പോലീസിന്റെ ക്രൂരതയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS ക്രൂരമായ മർദ്ദനമേറ്റ്. 2023 നടന്ന മർദ്ദനത്തിന്റെ CCTV ദൃശ്യം നിയമ പോരാട്ടത്തിലൂടെയാണ് സുജിത്ത് നേടിയെടുത്തത്. ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ആദ്യം. ഈ സംഭവം നടക്കുന്നത് അങ്ങ് UP-യിലല്ല, ബീഹാറിലല്ല, ഉത്തരേന്ത്യയിലെ എങ്ങുമല്ല, കേരളത്തിലാണ്. അങ്ങനെ നമ്പർ 1 കേരള പോലീസ് എന്ന മേനി നടിക്കുന്ന അന്ന യാഥാർത്ഥ്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി അടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമെന്ന് പറയപ്പെടുന്ന ഒരിടത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സുജിത്തിലേക്ക് എത്താം. ശ്രീ ജോസഫ് താജറ്റ്, അതേ ചോദ്യം ഞാൻ അങ്ങയിലേക്ക് പാസ് ചെയ്യുകയാണ്. ഈ പറയുന്ന ഈ കാക്കിയിട്ട പോലീസുകാർ ഇപ്പോഴും ഈ സേനയുടെ ഭാഗമായി ഉണ്ടോ ശ്രീ ജോസഫ് താജറ്റ്? ഇവരെല്ലാവരും ഇപ്പോൾ സേനയുടെ ഭാഗമായിട്ടുണ്ട്. ഈ SI ന്യൂമാൻ ഇപ്പോൾ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതുപോലെ തന്നെ CPOമാർ ഒരാൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട്, ഒരാൾ ഈസ്റ്റിലുണ്ട് തൃശ്ശൂർ, ഒരാൾ മണ്ണുത്തിയിലുണ്ട്. ഇതിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി വില്ലേജ് ഓഫീസറായി ജോലി കിട്ടി. അദ്ദേഹം പഴയന്നൂർ വില്ലേജ് ഓഫീസിലുണ്ട്. അത്രയും പോലീസിൻ്റെ നടപടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിൽ രാഷ്ട്രീയമായ സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. കാരണം ഇത്രയും ക്രൂരമായ അക്രമം നടന്നു എന്ന് അന്നത്തെ ACP ശ്രീ സേതുവിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ കേവലം ഒരു ട്രാൻസ്ഫറിൽ ഒതുക്കി നിർത്തി ഇവരുടെ നടപടി അത് തികച്ചും അപലപനീയമാണ്, വേദനാജനകമാണ്. ഒരു ചെറുപ്പക്കാരനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൻ്റെ ഉത്തമ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി പറയുകയാണ്. കാരണം ഇത് CCTV ഉള്ള ഒരിടത്താണ്. അത് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനെയാണ് ഇങ്ങനെ ഇഞ്ചപ്പരുവമാക്കുന്നത്. പോലീസുകാർ വളഞ്ഞിട്ട് ഒരു പൂജാരിയാണ്, പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നിരപരാധിത്വം ഏറ്റു പറഞ്ഞിട്ട് കൂടിയും വളഞ്ഞിട്ടങ്ങ് ഇല്ലായ്മ ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ നടത്തിയ പോരാട്ടങ്ങൾ നോക്കൂ. 2 വർഷം ഈ സുജിത്തിനെതിരെ പുറകെ നടക്കുകയാണ്. പാർട്ടിക്കാരുടെയും പിന്തുണയൊക്കെയുമുണ്ട്. അപ്പോഴും ഇത് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? 2023 അന്നത്തെ ബഹുമാനപ്പെട്ട ഈ ക്രമസമാധാന ചുമതലയുള്ള ADG MR അജിത് കുമാറിന്റെ കാലഘട്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ACPയുടെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് വെളിച്ചം കണ്ടില്ല? ഫ്രീസറിൽ എന്തുകൊണ്ടിരുന്നു? അത് ഈ സ്വാഭാവികമായും MR അജിത് കുമാറിനെ ഇവിടെ വാഴ്ത്തിപ്പാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇവർ ചരിത്രത്തിൽ ആദ്യമായാണ്, പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു CCTVയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ പോലീസ് സേനയ്ക്കകത്തുള്ളവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഒരു കാരണവശാലും എന്ത് തന്നെ ചെയ്താലും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. ആ ഉറപ്പ് കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ? നിങ്ങൾ ചോദിച്ച ചോദ്യം സമൂഹത്തിനോട് ചോദിക്കേണ്ടതാണ്. CCTV ഉണ്ടായിട്ടും ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ്റെയൊക്കെ ധാർഷ്ട്യം, അവൻ്റെ മനസ്സിൻ്റെ ക്രൂരത ഇവരെ മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ പറ്റില്ല. അവർ പോലും ഒരു മാന്യതയിൽ ചില സമയത്ത് ആനകളുടെ മുന്നിൽപ്പെട്ടവരെയൊക്കെ ആക്രമിക്കാതെ പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്രൂരമായ മുഖമുള്ളവരാണ് ഇവർ. സർവീസിൽ ഒരു കാരണവശാലും
വെക്കാൻ പാടില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയൻ ഇവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ മടങ്ങിയെത്താം. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ ഈ അധമന്മാരെ കഴിയില്ല. കാരണം ഇതാണ് പട്ടാപ്പകൽ നടത്തുന്ന ഈ CCTV ദൃശ്യത്തിന്റെ മുൻപിലൊക്കെ വെച്ച് നടത്തുന്ന ഈ ലീലാവിലാസം ഇതാണെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് മുട്ടിടിക്കാതെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ എങ്ങനെ ചെല്ലാൻ കഴിയും? കാരണം തലമുതിർന്ന ആളുകളെ, പരാതിക്കാരനെ പോലും എടാ പോടാ വിളിക്കുന്ന അങ്ങേയറ്റത്തെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് ഈ പോലീസ് സേനയുടെ പുഴുക്കുത്തായി. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പാസിംഗ് ഔട്ട് പരേഡുകളിലൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. മുറയിൽ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് മാധ്യമങ്ങളോട് അങ്ങനെ ഗിരിപ്രഭാഷണം നടത്താറുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ലോക്കപ്പുകളിൽ നടക്കുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുക, വിലയിരുത്തുക. ശ്രീ സുജിത്ത് നടത്തിയ പോരാട്ടമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തികൾ, ഈ 4 പേർ, ഞങ്ങൾ വീണ്ടും ആ ചിത്രങ്ങൾ സഹിതം കാണിക്കുന്നത് ഇവരെ സൂക്ഷിക്കുക എന്ന് പേരിട്ടുകൊണ്ടാണ്. ഇവരെ സൂക്ഷിക്കണം. കാരണം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇവർ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ, അവിടുത്തെ നാട്ടുകാർ, പൊതുപ്രവർത്തകർ ഇവരെ സൂക്ഷിക്കുക. പിന്നെ ഒരാൾ ഇതിൽ ഏതോ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി പോയിട്ടുണ്ട്. അവിടെ പരാതിക്കാർ, ആവലാതിയൊക്കെ ആയിട്ട് എത്തുന്ന ആളുകളോട് ആ വ്യക്തി പെരുമാറുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതാണ് ലീലാവിലാസമെങ്കിൽ. ശ്രീ സുജിത്ത്, ഇനിയുള്ള നടപടികൾ എങ്ങനെ വേണമെന്നാണ് സുജിത്ത് ആവശ്യപ്പെടുന്നത്? ഇവർക്കെതിരെ ഇവർ സർവീസിലിരിക്കാൻ യോഗ്യതയല്ല. സുജിത്ത്, ഇവര് നമ്മള് തുടർന്ന് ഇനി അവര് സർവീസിൽ തുടരാൻ പാടില്ല എന്നാണ് നമ്മുടെ ആദ്യം മുതലേ ഉള്ള ആവശ്യം. അത് തന്നെ പിന്തുടരാനാണ് ഇനി ശ്രമിക്കുന്നത്. അവര് സർവീസിൽ ഒരു കാരണവശാലും തുടരാൻ പാടില്ല. നമ്മള് ശക്തമായിട്ട് നമ്മുടെ പാർട്ടിപരമായിട്ട് സംസ്ഥാന കമ്മിറ്റിയായാലും അവരെ സുജിത്ത്, ഈ മർദ്ദനമേൽക്കുമ്പോൾ സുജിത്ത് പറഞ്ഞില്ലേ, കാരണം ഞാനൊരു പൂജാരിയാണ്, ഞാനൊരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ഇടിക്കുകയായിരുന്നു. സുജിത്തെ, എന്നിട്ടും ഇടിക്കുകയായിരുന്നു, അങ്ങേയറ്റം മർദ്ദിച്ചു. സുജിത്തെ, കേൾക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അതായത് അങ്ങേയറ്റം മർദ്ദിക്കുകയായിരുന്നു. ഞങ്ങൾക്കിതൊക്കെ ചില കാര്യങ്ങൾ അവ്യക്തമായിട്ട് കാണുന്നുള്ളൂ. കാരണം മറ്റു റൂമിലേക്ക് സുജിത്തിനെ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ഇട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലാത്ത രീതിയിൽ ഇടിയേറ്റ് വാങ്ങിയോ? അതെ, ഉണ്ടായിട്ടുണ്ട്. CCTV കാണുന്നതില് അപ്പുറത്തേക്കായിട്ട് ഒരു 10 മിനിറ്റോളം തന്നെ മേലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റേഷന്റെ മേലൊരു റൂമുണ്ട്, ചോദ്യം ചെയ്യുന്ന റൂം. അവിടെ കൊണ്ടുപോയിട്ടാണ് ഇതിലും കൂടുതലായിട്ട് മർദ്ദിച്ചിട്ടുള്ളത് തന്നെ. കാലിന്റെ അടിയിലേക്ക് ലാത്തി കൊണ്ട് അടിച്ചിട്ടൊക്കെ ആയിട്ട് അതൊരു 15 തവണ അടിച്ചിട്ട് പിന്നെ എണീറ്റ് ചാടാനാണ് പറയാ. അത് ചാടല് കഴിഞ്ഞിട്ട് പിന്നെയും ഇരുത്തി അടിച്ചിട്ട് അങ്ങനെ ഒരു 3 തവണ, ഒരു 45 തവണ തന്നെ അടിച്ചിട്ടുണ്ട് കാലിന്റെ അടിയിലേക്ക്. അതായത് ഇവരുടെ രീതി ഇതാണ്, ചെല്ലുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതി ഇതാണ്. പൊതുപ്രവർത്തകനാണ്, താങ്കളൊരു പൊതുപ്രവർത്തകനാണ് എന്നൊക്കെ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞാണ് പിന്നീട് മർദ്ദിക്കുന്നത്? സുജിത്ത്, പിന്നെ എന്ത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മർദ്ദനം ഇങ്ങനെ മർദ്ദിക്കുന്നത്? കാരണം വെറുതെ ഈ മർദ്ദനം കണ്ടു കഴിഞ്ഞാൽ ആരെയും, ഏതൊരു ക്രിമിനൽ ആണെങ്കിലും അവരൊക്കെ ചോദ്യം ചെയ്യുന്നതിൻ്റെ രീതികളുണ്ട്. ആരെയും അങ്ങനെ ചെയ്യാനും പാടില്ല. നമ്മൾ എത്രയോ ലോക്കപ്പ് മർദ്ദനങ്ങൾ, കാരണം ഉദയകുമാർ കൊലക്കേസാണ്, 2 പതിറ്റാണ്ടിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നവീകരിക്കപ്പെടണം, ജനമൈത്രി മോഡലാകണം എന്നൊക്കെ എത്രയോ സർക്കുലറുകൾ വന്നു, എത്രയോ പരിഷ്കാരങ്ങൾ ഉണ്ടായി. എന്നിട്ടും ഈ പോലീസുകാർ പഠിക്കുന്നില്ല എങ്കിൽ സുജിത്ത് പറയുകയാണ്, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഞാൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ എന്ത് കള്ളക്കേസാണ് ഇവർ പിന്നീട് ചാർത്തിയത്? എന്തോ കണക്ഷന്റെ ഒരു പ്രശ്നമുണ്ട്, കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇതാണോ ജനമൈത്രി മോഡൽ? ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷയുടെ അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തിയാണ് പോലീസ് ചെയ്തത്. അതായത് 3 ചെറുപ്പക്കാരൊരു വഴിയരിയിൽ രാത്രി 12 മണിക്ക് പോയിട്ട് അവിടെ ഇരിക്കുന്നു, പോലീസ് ചോദ്യം ചെയ്യുന്നു. അതറിഞ്ഞ് എന്തിനാണ് അവരെ ചോദ്യം ചെയ്യുന്നത് ചോദിച്ചു അവരെ ജീപ്പിലെടുത്തിട്ട് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പോയി അതിക്രൂരമായി മർദ്ദിക്കുന്ന സീൻ ഇപ്പൊ നമ്മൾ കണ്ടു. നമുക്കിതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല, കാരണം അതിന്റെ വിഷ്വൽസ് മുഴുവൻ പുറത്തു വന്നു. കർശനമായ നിയമ നടപടികളിലൂടെയാണ് ആ യുവാവ്
കോടതിയുടെ പരിഗണനയിൽ അല്ലെ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പൊ CCTV ദൃശ്യങ്ങൾ 2 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, അന്ന് ഇപ്പൊ DIG ഇപ്പൊ മാതൃഭൂമി ചാനലിലൂടെ ഒക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് അന്നൊരു പണിഷ്മെന്റ് എന്നുള്ളതല്ല, ട്രാൻസ്ഫർ കൊടുത്ത ഒരു പണിഷ്മെന്റ് അല്ല, തീർച്ചയായിട്ടും കോടതിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. കോടതിയുടെ തീർപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നു DIG ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരത്തില്ല. എപ്പോഴാണ് പറഞ്ഞത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും ഇതിനെ വെച്ച് ഫ്രീസറിൽ വെച്ച് കയ്യിൽ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന 2 വർഷക്കാലം ഉണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഇടികിട്ടി ഇത് വിട്ടുകൊടുക്കില്ല, ഇത് മറ്റൊരാൾക്ക് സംഭവിക്കില്ല എന്ന് നിയമപോരാട്ടത്തിനായി മുതിർന്നത് കൊണ്ടും അതിനെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് വന്നത്, കോടതി പറഞ്ഞത് കൊണ്ട് മാത്രം. അപ്പോൾ ഈ കൈവശമുള്ള ഡേറ്റ, അവരുടെ കയ്യിലുള്ള ഡേറ്റ കൈവശമുണ്ട്, അതിലൊരു നടപടിയും ഇതുവരെ എടുത്തില്ല. പേരിനൊരു സ്ഥലം മാറ്റമൊക്കെ നമുക്കറിയാമല്ലോ. സ്ഥലം മാറ്റത്തിൽ എന്തൊക്കെയാണ് അതിന്റെ വിവക്ഷകളെന്ന് അറിയാമല്ലോ, നന്നായി അറിയാമല്ലോ. അതെ, പോലീസ് അവർക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച തന്ത്രങ്ങളാണെന്നുള്ളത് വളരെ വ്യക്തമായി. പക്ഷെ അതുകൊണ്ട് പോലീസുകാരെ മൊത്തം കളിയാ അതിശയിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഇപ്പോഴും കേരള പോലീസ് തന്നെയാണ്. 4% ക്രിമിനൽസ് ഇതിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഇത്തരം പോലീസുകാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിന്റെ പോളിസിയാണ്. 122 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 2 DYSP സഹിതം ഇത്തരം ക്രിമിനലുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കേരള സർക്കാർ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പേരിൽ അവർ സ്വയം സംരക്ഷണ കവചം തീർത്തുകൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചാലും കാലം അല്ലെങ്കിൽ നിയമം അതിന്റെ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടിരുന്നുള്ള തെളിവാണല്ലോ ഇത്. കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് ജയിലിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി കണ്ണുപൊത്തിപ്പോയത് കണ്ടിട്ട് കുനിച്ചു നിർത്തി നമ്മൾ സിനിമയിലൊക്കെ കാണുന്നവർ ഇടിക്കാത്ത ഇവര് മനുഷ്യരാണോ? ഇവര് മനുഷ്യജന്മമല്ലേ? എങ്ങനെ ഒരു ചെറുപ്പക്കാരെ ഇങ്ങനെ ദ്രോഹിക്കാൻ തോന്നുന്നു? അവരുടെ മാനസികാവസ്ഥ എന്താണ്? അത് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അപ്പൊ ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പ്രവർത്തിയാണ്. സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പ്രതീക്ഷ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അങ്ങനത്തെ നടപടി സ്വീകരിച്ച ചരിത്രമാണ്. കൈവെള്ളയിൽ കിട്ടിയ സാധനം ഇതെന്താണ് മൂടി വെക്കാൻ വേണ്ടി 18 അടവുകളും പയറ്റി ഒടുവിൽ രക്ഷയില്ല വന്നപ്പോൾ ഇത് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണോ ഇത് സാധാരണ എല്ലാ പോലീസ് സ്റ്റേഷനിലും നടക്കുന്ന സംഭവങ്ങളാണോ ഇതൊരു എല്ലാ സ്ഥലങ്ങളിലും? കാരണം എന്താണ്, CCTV ദൃശ്യങ്ങൾ പുറത്തു പോകില്ല എന്നൊരു വിശ്വാസത്തിൽ അവിടെ വെച്ചാണ് ഈ പണി നടത്തുന്നത്. അപ്പോൾ CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് എന്ത് പണിയായിരിക്കും മറ്റ് സ്റ്റേഷനിലൊക്കെ ഈ ഏമാന്മാർ നടത്തുക? എന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നുപോയാൽ മാത്രം അത് അന്വേഷണമായി പുറത്തേക്ക് വരുന്നു. ഒരു DYSP തലത്തിലുള്ള അന്വേഷണം വരുന്നു, മജിസ്ട്രേറ്റ് തലത്തിലുള്ള അന്വേഷണം വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പല സ്റ്റേഷനുകളിലും നടക്കുന്ന ഒരു സംഭവമാണോ ശ്രീ റെജി ലൂക്കോസ്? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാല് നമ്മുടെ കേരള പോലീസ് ഒരു മാതൃകാ പോലീസാന്ന് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് യാദൃശ്യമായിട്ട് കണ്ടു സംസാരിച്ചതാ. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. നമ്മൾ അങ്ങനെ അവരുടെ മുറയിലെ ചോദ്യം ചെയ്തു. ഇതുപോലെ അപൂർവമായ ചില ക്രിമിനൽ മാനസികാവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പൊ കിളികന്നൂർ കണ്ടില്ലേ, ഒരു സൈനികനെയും അയാളുടെ സഹോദരനെയും കഴിഞ്ഞ വർഷം എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ചിലര് സമൂഹത്തിന്റെ പുഴുക്കുത്തായിട്ട് ഈ പോലീസ് സ്റ്റേഷന് ഇത്രയ്ക്കും നല്ലൊരു സേനയെ കളങ്കം ചേർത്താണ്ട് ഇതുപോലെ പറയണമുണ്ട്. ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല, അത് സത്യ. പക്ഷെ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നുള്ളതാണ്. കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ആഭ്യന്തര വകുപ്പ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു പോലീസ് സേനയെ മൊത്തം അധിക്ഷേപിക്കുകയോ അവർ മുഴുവൻ ക്രിമിനലാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ആ സേനയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് നമ്മളെല്ലാം നേരിട്ട് മടങ്ങിയെത്താം. ശ്രീ ജോസഫ് താജറ്റ് കൂടി അദ്ദേഹം തിരക്കിലാണ്. ശ്രീ ജോസഫ് താജറ്റ്, ഇത് മതിയോ? കാരണം അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം. കാരണം ഇത് കോടതി കയറിയ ഒരു സംഭവമാണ്. അങ്ങനെയെങ്കിൽ ഇതിലൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? ഇതിന്റെ ഫോളോ അപ്പ് എങ്ങനെയാണ് ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്ത് നടപടിക്ക് സാധ്യതയുണ്ട് ശ്രീ ജോസഫ് താജറ്റ്? അതായത് ഇതിൽ വ്യക്തമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ഒരു തെറ്റുകാരാണ്, കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞിരിക്കുന്നു. കാരണം ഇവരുടെ ACP കൊടുത്ത റിപ്പോർട്ടിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. ഇവർ താൽക്കാലികമായി ഒരു ട്രാൻസ്ഫർ നടത്തിയിരിക്കുകയാണ്. ഇപ്പം ഇതിൽ പറയുന്നത് ഞാൻ കേട്ടു, DIG പറഞ്ഞു കോടതിയുടെ തീരുമാനമനുസരിച്ച്. കോടതിയുടെ തീരുമാനം കാത്തിട്ടല്ല പോലീസ് നിൽക്കേണ്ടത്. പോലീസ് സേനയിൽ ആരെങ്കിലും അതിക്രമം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടത് പോലീസ് സേനയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയനാണ്. ഇത് നടന്നു എന്ന്
പ്രിയ സുഹൃത്ത് ശ്രീ റെജി ലൂക്കോസ് കൂടെ പറഞ്ഞു, സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വീകരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ജനങ്ങളോട് ഈ സർക്കാർ മറുപടി പറയേണ്ടി വരും. കാരണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആ പയ്യൻ്റെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ ചെവിയുടെ കേൾവി ഇനി ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇത് ഇവരുടെ അനുജനാണ്, ഇവരുടെ സഹോദരങ്ങൾക്കാണ്, ഇവരുടെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ സഹിക്കുമോ ഇവർക്ക്? എന്താ ഇവർ ചെയ്തു കൂട്ടുന്നത്? പട്ട പകൽ ഒരു ആളെ ഇത്രയും ഈ CCTVയുടെ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ക്രൂരമായി മർദ്ദിക്കുന്നത് അത് പോലീസ് സേനയുടെ ഉറപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ ദൃശ്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ള ഉറപ്പാണ്. അതും കൂടെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. സർവീസിൽ നിന്ന് പുറത്തു കളയണം. ഇന്നിപ്പോൾ ഞങ്ങളവിടെ സ്റ്റേഷൻ മാർച്ച് കുന്നംകുളത്തേക്ക് വെച്ചിട്ടുണ്ട്. തുടർ സമര പരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞു, അന്നേ സമരങ്ങൾ നടത്തി, ഒരുപാട് സമരങ്ങളും അതിനുശേഷമാണ് നിയമ പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വന്നത്. അത് ഇനിയും ഞങ്ങൾ തുടരും. സമരവും നിയമ പോരാട്ടവും തുടരും. ശരി, വളരെയധികം നന്ദി ശ്രീ ജോസഫ് ടാജറ്റ് പ്രതികരിച്ചത്. ശ്രീ സുജിത്ത് ടെലിഫോൺ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സുജിത്ത്, അതിനുശേഷം ഏതൊക്കെ ഇടങ്ങളിലേക്ക് ഇതിന്റെ ആവലാതികളുമായി തനിക്കേറ്റ മർദ്ദനത്തിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി എവിടെയൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു സുജിത്തിന്? സുജിത്ത് കേൾക്കാമോ? എന്തായാലും സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ നീതിക്ക് വേണ്ടി പലയിടങ്ങളിലും വരുന്നു. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത് പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി അധ്യക്ഷനായിരുന്ന സമയത്ത് ചില പരിശോധനകൾ, പരാതികളൊക്കെ ലഭ്യമാകുമെങ്കിൽ നിജസ്ഥിതി അറിയാൻ വേണ്ടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു. ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരുന്നു. ഇന്ന് അങ്ങനെ ഒരു പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ടോ? അതിനൊരു തലവനുണ്ടോ? ആ തലവൻ ആരെന്ന് പോലും അറിയില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇക്കാര്യങ്ങളിലൊന്നും നമ്മൾക്ക് ക്ഷമിച്ചിരിക്കാൻ പാടില്ല. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകണം. അതല്ല ഇതൊരു മറ്റൊരു രക്ഷാപ്രവർത്തനമാണോ എന്ന് പറഞ്ഞ് ചിലരും അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു വിവക്ഷ കൊടുക്കുമോ എന്നറിയില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം. ഈ യുവാവ് അനുഭവിച്ച ആ സമയത്തെ വേദന, പിന്നീട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ആരും മറുപടി പറയും ശ്രീ റെജി ലൂക്കോസ്? അല്ല, തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അയാളുടെ രാഷ്ട്രീയം എന്താണെങ്കിലും മനുഷ്യനെന്നുള്ള രീതിയിൽ അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അതല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്. അതിക്രൂരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ആ സീൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ശരി, എങ്ങനെ ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ഇതുപോലെ മർദ്ദിക്കുന്നു? അയാൾ എന്ത് തെറ്റാ ചെയ്തത്? അയാൾ തെറ്റ് ചെയ്താൽ തന്നെ ഇപ്പോൾ ഒരു മർദ്ദനമാണ് അതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അതിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് പോലീസുകാർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും, അവർക്ക് രക്ഷപ്പെടണല്ലോ. പക്ഷെ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കും. കാരണം ഈ ഗവൺമെന്റ് അങ്ങനെ എടുത്തിട്ടുള്ള ഗവൺമെന്റാ, മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ്. രാഷ്ട്രീയ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതല്ലേ പറഞ്ഞത്, 122 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട ഒരു ഗവൺമെന്റ് ആയത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കർശനമായ നടപടി ഉണ്ടാവും. കോടതിയിൽ ഇപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക അതിന്റെ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കോടതി വിധി വരുന്നതനുസരിച്ച് ഇവർക്ക് നടപടി ഉണ്ടാവുമെന്നാണ് DIG പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ട. ഇതിൽ ദൃശ്യങ്ങളുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ എന്താണ്? സാധാരണ ഒരു തെളിവിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. ഇവിടെ തെളിവ് കൺമുന്നിൽ നിൽക്കുകയാണ്. കോടതി വിധിക്കല്ല കാത്തിരിക്കേണ്ടത്, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവണം. അതിനെന്തിനാണ് മടിക്കുന്നത്? ഈ 4 പേരും ഒരു തരത്തിലും ഈ സർക്കാർ സർവീസുമായിട്ട് ഒരു സേവനവും നടത്താൻ ഇനി പാടില്ല. ജനങ്ങൾക്ക് മുന്നിലേക്ക് ജനങ്ങൾ ആവലാതി പറയുന്ന ഏതെങ്കിലും ഒരു ഫോറത്തിൽ ഇവരിയ്ക്കാൻ പാടില്ല. ശ്രീ റെജി ലൂക്കോസ്. അല്ല, തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നതാണ്. ഇത്ര ക്രിമിനൽസ് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ ജോലിക്ക് ഇരിക്കാൻ പാടില്ല, ഒരു ഗവൺമെന്റ് സെക്ടറിൽ പോലും ഇരിക്കാൻ പാടില്ല. അതുപോലെ അവിടെ ഒരു വില്ലേജ് ഓഫീസിൽ ഒരു പോലീസുകാരൻ അവിടെ PSC ടെസ്റ്റ് എഴുതി അവിടെ അസിസ്റ്റന്റ് ആയിട്ടിരിക്കണം എന്നുള്ളത് പറഞ്ഞു. തീർച്ചയായിട്ടും അയാളെയൊക്കെ പിരിച്ചുവിടണം ഈ സർവീസിൽ നിന്ന്. ഇനി അയാളൊന്നും ഒരിക്കലും ജോലിയിൽ ഇരിക്കാനോ യാതൊരു അർഹതയില്ല. മനുഷ്യനെ സംരക്ഷിക്കേണ്ട പോലീസുകാരെ മനുഷ്യനെ ദ്രോഹിക്കാന്ന് പറയാൻ അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ അടിവരയിട്ട് വരുന്നത് നമ്മുടെ പോലീസ് 96% നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യത്തോടുകൂടി ഇപ്പൊ കാവൽസേനയാണ് അവര്. പക്ഷെ ഇപ്പൊ ഈ വിഷയം ഇന്ന് പുറത്തു വന്നതേ ഉള്ളൂ. സർക്കാർ ഈ വിഷയത്തിനനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. എന്തായാലും LDF സർക്കാർ മനുഷ്യനെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും കൂട്ടു നിൽക്കത്തില്ല. അത്തരം ഉദ്യോഗസ്ഥന്മാരെ സർക്കാരാണ് ഭരിക്കുന്നത് എന്ന ഓർമ്മ വേണം. കാരണം പോലീസ് നിലപാടുകൾക്കെതിരെയും അത്തരത്തിലുള്ള പൊള്ളുന്ന പോരാട്ടങ്ങളിലൂടെയൊക്കെ വന്ന ഒരു പാർട്ടിയാണ്. ശ്രീ സുജിത്ത്, അവസാനമായി ഇനി എന്താണ് സുജിത്തിന്റെ അടുത്ത പോരാട്ടം?
ഇപ്പോൾ ഈ സംഭവം അതിൻ്റെ നിയമ പോരാട്ടം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണോ? കോടതി വഴി ഒരു നീതി ലഭിക്കുമോ? അതല്ല അതിനു മുൻപുള്ള ഇടപെടൽ എന്താണ് സുജിത്ത് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അവര് ഇനി തുടർന്ന് പോലീസ് സേനയിൽ അവരുണ്ടാവാൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു തീരുമാനം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിപരമായിട്ടും അല്ലാതെ രീതിയിലും പ്രതിഷേധം കാരണമായിട്ട് ശക്തമായിട്ട് തുടരാനുള്ള പരിപാടി തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സുജിത്ത് പ്രതികരിച്ചതിനൊപ്പം റെജി ലൂക്കോസും ജോസഫ് താജറ്റുമാണ് പ്രതികരണങ്ങൾ നടത്തിയത്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് DIGR ഹരിശങ്കർ പറഞ്ഞു. സേനാതലത്തിലുള്ള അച്ചടക്ക നടപടിയാണ് സ്വീകരിച്ചത്. കോടതിയിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും DIG പ്രതികരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു. ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ SIക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട്.